എന്റെ പ്രിയപ്പെട്ട സഹോദര, കലാലയങ്ങളിൽ പഠിക്കാൻ പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ദീനങ്ങനെ ഒരിക്കലും പറയുന്നില്ല. ഈ സമുദായത്തിന്റെ മക്കൾ പഠിക്കട്ടെ, എത്രത്തോളം പഠിക്കാമോ അത്രത്തോളം പഠിക്കട്ടെ. ഈ സമുദായത്തിന്റെ മക്കളിൽ IAS കടന്നു വരട്ടെ, IPS കടന്നു വരട്ടെ, IFS കടന്നു വരട്ടെ. സിവിൽ സർവീസുകളുമായി ബന്ധപ്പെടുന്ന നല്ല ആർജവമുള്ള ഊർജമുള്ള വിദ്യാഭ്യാസമുള്ള സമുദായത്തിന്റെ യശസ്സും മന്ദസ്സും ഉയർത്തുന്ന സഹോദരന്മാര് സഹോദരിമാര് യുവതിയുവാക്കൾ കടന്നു വരട്ടെ. ഒരിക്കലും തെറ്റില്ല, ഖൈർ തന്നെയാണ്. പക്ഷേ ഒന്നാലോചിക്കണേ പ്രിയപ്പെട്ട പെങ്ങളെ, നീ ആ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഉടുത്തിട്ടുള്ള തുണിയുടെ പകുതി അങ്ങ് പോകുമ്പോൾ, നീ +2 പോയാൽ നിന്റെ വേഷം മാറുമ്പോ, നീ കോളേജിൽ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് ചേർന്നാൽ പിന്നെ നിന്റെ രൂപം മാറുമ്പോ, ഞാൻ വലിയ ഡിഗ്രിക്കാരിയല്ലേ, ഞാൻ വലിയ വിദ്യാഭ്യാസമുള്ള ആളല്ലേ, ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും ഉന്നതമായ ക്വാളിറ്റിയുള്ള കലാലയത്തിൽ ക്യാമ്പസിൽ പഠിക്കുന്ന പെണ്ണല്ലേ, എനിക്ക് കുറച്ച് പരിഷ്കാരം വേണമല്ലോ, അതുകൊണ്ട് ഞാൻ എന്റെ ഡ്രസ് ഇടുമ്പോൾ ആ ഡ്രസ്സിന്റെ കളറിൽ എന്റെ നഖത്തിന്റെ കളർ ഞാൻ മാറ്റണമല്ലോ, ആ കളറിൽ ഞാൻ വളകൾ ധരിക്കണമല്ലോ, ഞാൻ ധരിക്കുന്ന ഡ്രസ്സിന്റെ അതേ കളറുള്ള ചെരുപ്പ് ഞാൻ ധരിക്കണമല്ലോ, ഹൈ ഹീലുള്ള ചെരുപ്പ് ധരിക്കണമല്ലോ. എങ്കിലല്ലേ എന്റെ ചരിഞ്ഞുമുള്ള നടത്തത്തിന് വല്ലാത്ത ഒഴുക്ക് കിട്ടുകയുള്ളൂ. ഇങ്ങനെ ചിന്തിക്കുന്ന പെങ്ങള്, ഇങ്ങനെ ആലോചിക്കുന്ന പ്രിയപ്പെട്ട യുവതികള്, അല്ലാഹുവിന്റെ ദീനിനെയാണ് നിങ്ങൾ പൊളിച്ചു കളയുന്നത്. നിങ്ങൾക്ക് അല്ലാഹു തന്നിട്ടുള്ള പരിശുദ്ധമായൊരു സംസ്കാരത്തെയാണ് പൊളിച്ചു കളഞ്ഞിട്ടുള്ളത്. അറിയുമോ യുവതികളെ, നിങ്ങളുടെ ഈ വേഷമുണ്ടല്ലോ, ആ വേഷത്തിലേക്ക് ലോകം ഉറ്റുനോക്കുകയാ. ഈ അടുത്തുണ്ടായിട്ടുണ്ട് ഡൽഹിയിൽ നടന്നിട്ടുള്ള ലോകത്ത് മുഴുവനും കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള അതേ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ള, രാവും പകലും സിന്ദാബാദ് വിളിച്ചുകൊണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിനും അവരുടെ ചാരിത്ര ശുദ്ധിക്കും അവരുടെ വിമോചനത്തിനും വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ ആ ഒരു ബലാത്സംഗത്തോടെ വന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഒരുപാട് നിയമങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. മറന്നു പോകുന്ന സ്ത്രീകൾക്ക് അനുകൂലമായി ഞാനൊന്ന് പറയട്ടെ, ആ വലിയ ക്രൂരമായ പീഡനം നടന്നപ്പോൾ, ബലാത്സംഗം നടന്നപ്പോൾ, വല്ലാത്ത പീഡനം ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇറങ്ങലിച്ചു നിന്നപ്പോൾ ആലോചിക്കണേ, പലരും പറഞ്ഞിട്ടുണ്ട്, മറന്നു പോകണ്ട. പല സിനിമാ നടിമാരും നടന്മാരും പറഞ്ഞിട്ടുണ്ട്, പർദ്ദയെന്ന വേഷം നല്ല വേഷവാ. അതാ മദ്രാസിലുള്ള ഒരു മഠാധിപതി, ഒരു സന്യാസി പറഞ്ഞു, പല വിവാദവുമായിട്ടുണ്ട്. മുസ്ലിം സ്ത്രീകളെ പോലെ ഹൈന്ദവ സഹോദരിമാര് പർദ്ദയിട്ട് നടക്കണം, അതൊരു സംരക്ഷണാ കവചമാ. അതേ കൈറോയിലുള്ള ബിഷപ്പ് പറഞ്ഞു, മറന്നു പോകുന്ന പർദ്ദയാണ് എന്റെ സമുദായത്തിലെയും സ്ത്രീകളെ, എന്റെ സമൂഹത്തിലെയും ക്രൈസ്തവ സഹോദരിമാർക്ക് ഞാൻ ആഗ്രഹിക്കുന്ന വേഷമെന്ന് ലോകത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ, എന്റെ പൊന്നുമോളെ, നിന്റെ യുവത്വം സംരക്ഷിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നിട്ടുള്ള, നിന്റെ സ്ത്രീത്വം സംരക്ഷിക്കാൻ നിന്റെ എല്ലാ കാര്യങ്ങളും സംരക്ഷിച്ച് സംരക്ഷണ കവചമായിട്ട് ദീൻ തന്നിട്ടുള്ള ആ പർദ്ദയെ നീ ദൂരേക്ക് വലിച്ചെറിയുമ്പോൾ, ആ പർദ്ദാ സംസ്കാരത്തെ മാറ്റി നിർത്തുമ്പോൾ, കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടി പറയുകയാ, വേദനയോടെ പറയുകയാ, സഹോദരിമാരെ, പർദ്ദയിടുന്നവരാ ഞങ്ങള്. ഉസ്താദേ, ഞങ്ങൾ തൃശ്ശൂർ ജില്ലക്കാരികളാ, ഞങ്ങൾ എല്ലാവരും പർദ്ദ ഉപയോഗിക്കുന്നവരാ, പർദ്ദയില്ലാതെ ഞങ്ങൾക്ക് പറ്റൂല എന്നെ പ്രിയപ്പെട്ട യുവതികളും സഹോദരിമാരും പറയുന്നുണ്ടെങ്കിൽ ഞാൻ കൂട്ടത്തിലൊന്ന് പറയുന്നു, ആ പർദ്ദയുണ്ടല്ലോ, മോഡൽ ചെയ്ത പർദ്ദയുണ്ടല്ലോ, സ്വർഗത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകേണ്ട പർദ്ദ, ഈ പർദ്ദ കൊണ്ടുപോകുന്നത് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന രൂപത്തിലുള്ള പർദ്ദ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, മോഡലായിട്ടുള്ള പർദ്ദ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മുമ്പ് ധരിച്ചിട്ടുള്ള നല്ല ചുരിദാറിനേക്കാൾ എന്റെ പ്രിയപ്പെട്ടവരെ തുറന്നു പറയാതിരിക്കാൻ നിർവാഹമില്ല. ശരീരത്തിന്റെ വടിവ്, ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങൾ, ശരീരത്തിന്റെ ചലനങ്ങൾ, വിചലനങ്ങൾ, അനക്കങ്ങൾ, അടക്കങ്ങൾ എത്ര ഗ്രാമാണ്, എത്ര തൂക്കമാണെന്ന് രേഖപ്പെടുത്തപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ ടൈപ്പ്
ഫിറ്റായിട്ട് സ്കിൻ ഫിറ്റായിട്ട് നീടുന്ന പർദ്ദയുണ്ടല്ലോ പൊന്നുമോളെ, ആ പർദ്ദ കൊണ്ട് പടച്ച തമ്പുരാന്റെ മുമ്പിൽ കാവല് കിട്ടൂല. ആ ഒരു പർദ്ദയെ സംബന്ധിച്ചല്ല പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. പേര് വെച്ചത് കൊണ്ട് കാര്യമായില്ല, വേഷത്തിലാണ് കാര്യം മറന്നു പോകണ്ട. ഞാൻ സാന്ദർഭികമായിട്ട് പറയുന്നു. അതുകൊണ്ട് ആ ടൈറ്റുള്ള പർദ്ദകളൊക്കെ ഒന്ന് ലൂസാക്കണേ പെങ്ങള്. നീ വളരെ ലൂസുള്ള വസ്ത്രങ്ങൾ ധരിക്കണേ. നിന്റെ ശരീരത്തിന്റെ മഹിതമായ ആ മഹാത്മ്യമുണ്ടല്ലോ, ആ വല്ലാത്ത നിനക്ക് തന്ന സ്ഥാനമുണ്ടല്ലോ, മറ്റൊരാളുടെ കരങ്ങളാലും മറ്റൊരാളുടെ കണ്ണുകളാലും അതിനെ പിച്ച് ചീന്തപ്പെടാനുള്ള ഒരു രൂപത്തിലേക്കും നിന്റെ വസ്ത്രധാരണം കടന്നു പോകരുത്. ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാ. അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലേ? എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാ, യുവതികളെ ഗൗരവത്തോടെ ആലോചിക്കണേ. അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മിഅ്റാജിന്റെ രാത്രിയിൽ പ്രയാണം നടത്തിയിട്ടുണ്ട്. അതാണ് ചൊവ്വാഗ്രഹത്തിലേക്ക് 450 കോടി രൂപ മുടക്കിയിട്ട് 40 കോടി കിലോമീറ്ററിനപ്പുറത്തുള്ള ചൊവ്വയിലേക്ക് മംഗളയാൻ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രൗഢിയും യശസ്സും ഉയർത്തിക്കൊണ്ട് കടന്നുപോയപ്പോൾ ഇപ്പൊ സൗരയൂഥത്തെ വലയം ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ വലിയ അത്ഭുതത്തോടെ ലോകം ഉറ്റുനോക്കുമ്പോൾ എല്ലാ ആകാശമണ്ഡലങ്ങളും മണ്ഡലങ്ങളെയും കടന്നുകൊണ്ട് കേവലം സൗരയൂഥത്തെ മാത്രമല്ല, മിൽക്കി വേ ഗാലക്സിയെ മാത്രമല്ല, ഏഴാകാശവും കടന്നുപോയി അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാണം നടത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ സമീപത്തേക്ക് കടന്നുപോയിട്ട് അവിടെയുള്ള മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹായത്തോടെ ഓരോ വിഷയങ്ങളും കാണുമ്പോ, സ്വർഗം കാണുമ്പോ, നരകം കാണുമ്പോ, ആ നരകത്തിലുള്ള വല്ലാത്ത ഭീകരമായ ബീഭത്സമായ വേദനാജനകമായ രംഗങ്ങളെ തന്റെ ഹൃദയത്തിന്റെ കഷ്ണമായ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോ, പൊന്നുമോള് ഫാത്തിമ, ഞാൻ നരകത്തിൽ കണ്ടു കേട്ടോ, നരകത്തിൽ കണ്ടു വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന പെണ്ണുങ്ങളെ കണ്ടു. കൂടുതൽ പെണ്ണുങ്ങളാ ഉള്ളത്. എന്റെ പൊന്നുമോളെ കേൾക്കണേ എന്ന് പറയുമ്പോ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയുമ്പോ, എന്താണ് ഇത്രയും വേദനാജനകമായ ശിക്ഷാ നടപടികൾ അവരുടെ മേലിറങ്ങാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാ, മക്കളെ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാ വേഷവിധാനത്തിലൊന്ന് ശ്രദ്ധിക്കണേ. ഞങ്ങൾ ന്യൂ ജനറേഷനിലെ മക്കളാ, ഞങ്ങൾ പരിഷ്കാരം ഇഷ്ടപ്പെടുന്നവരാ, ഞങ്ങൾക്ക് പുതിയ ട്രെൻഡുകളുണ്ട്, മറന്നു പോകണ്ട ഉസ്താദേ. നിങ്ങൾ എന്നോട് പറയാൻ ധൈര്യപ്പെട്ടാലും പടച്ചവന്റെ മുമ്പിൽ പറയാൻ പറ്റുമോ? ഖബറിൽ പറയാൻ പറ്റുമോ? നിങ്ങളുടെ യുവത്വത്തിന്റെ മഹത്വം നാളെ റബ്ബുൽ ഇസ്സത്ത് ചോദ്യം ചെയ്യപ്പെടുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ എന്താ പറഞ്ഞത്? ഓ ഫാത്തിമ, പെണ്ണുങ്ങൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ വേണ്ടതുപോലെ ഔറത്ത് മറച്ചിട്ടില്ല. വസ്ത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ കൊണ്ട് കാസിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ആരിയാത്ത്, പക്ഷേ അവര് നഗ്നരാണ്, വേണ്ടതുപോലെ അവരുടെ ശരീരഭാഗങ്ങളെ അവരെ മറച്ചിട്ടില്ല. ഒരന്യ പുരുഷന്റെ കണ്ണുകൾക്ക് ഒപ്പിയെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ അവരെ മറച്ചിട്ടില്ല എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മാഇലാത്തുൻ, അവർ ചാനും ചരിഞ്ഞും നടക്കുന്നവരാ. അവരവരെ സ്വന്തം ശരീരത്തെ മറ്റാളുകൾ തന്റെ ശരീരത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും കൊതിക്കുന്നതെന്താ? എന്നെ അതാ വഴിവക്കിലുള്ള ആളുകൾ എന്നെ ശ്രദ്ധിക്കണം, ബസ് സ്റ്റോപ്പിലുള്ള ആളുകൾ എന്നെ നോക്കണം, ബസ്സിലുള്ളവർ എന്നെ ശ്രദ്ധിക്കണം, കടന്നു പോകുമ്പോൾ എന്നെ എല്ലാരും നോക്കണം. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ഏതെങ്കിലും പൊന്നുമോള് എന്റെ ഹൃദയത്തിൽ ചിന്തയുണ്ടെങ്കിൽ നരകമാണ്. അല്ലാഹുവിന്റെ ഹബീബ പറയുന്നത് മുഹമ്മദ് മുസ്തഫ